കാണാതെ ചെറുക്കനെ ശരിക്ക് കണ്ടോ? അല്ലെങ്കിൽ നിന്റെ അമ്മയെ പോലെ ചെറുക്കനെ ശരിക്ക് കണ്ടില്ലെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സമയത്താണ് നിങ്ങളുടെ ഒരു കളി. ഒരുപാട് ഇങ്ങനെ കളിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഉറക്കം വരില്ല. ദേഷ്യപ്പെടില്ലേ? കേട്ടോ പ്രകാശേ, നിങ്ങളുടെ കുടുംബം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. മോൾക്ക് എന്തു കൊടുക്കാൻ പറ്റുമോ അത് മതി ഞങ്ങൾക്ക്. ഒരു നല്ല ദിവസം നോക്കി വീട്ടിലേക്ക് വാ. ബാക്കിയൊക്കെ അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. ഇനി എന്തൊക്കെയാ കാര്യങ്ങളുള്ളത്? കല്യാണം എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞാൽ മതി, അതുപോലെ നമുക്ക് നടത്താം. അങ്ങോട്ട് നിർത്തിയാൽ മതി. അവിടെയാ. നമസ്കാരം സാർ. എന്റെ പേര് പ്രകാശ്. ഞാൻ കോൾ ടാക്സി ഡ്രൈവറാ. എന്റെ ഓണർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മേ അതവിടെ വെച്ചേക്ക്. പോടാ അവിടുന്ന്. അച്ഛനും മോനും ഞാൻ എന്ത് പറഞ്ഞാലും ഇഷ്ടപ്പെടില്ല. നീ തന്നെ നോക്കൂ. ചേട്ടാ ഇതെങ്ങനെയുണ്ടെന്ന് നോക്ക്. വാലന്റൈൻസ് ഡേക്കാണ് കൊടുക്കുന്നത്. വെക്കടി. നിന്നോട് തന്നെ ചോദിച്ചല്ലോ. ഇത് നോക്കിയേ. നല്ലതേ അല്ല. നന്നായിട്ടുണ്ടല്ലോ മോളെ. ഇങ്ങ് വന്നേ. ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? കൊള്ളാച്ചാ. ഞാൻ റെഡിയാക്കി വെച്ചോളാം. ശരി, എടുത്തു വെച്ചോ. ഞാൻ നാളെ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോളാം. ബുധനാഴ്ച രാവിലെ ഒരു 10 മണിക്ക് വന്നാൽ മതി. റെഡിയായിരിക്കും. വിഷം തേച്ചിട്ടുണ്ട്, സൂക്ഷിക്കണം. ഇതാണ് തോട്ടപ്പള്ളി ബ്രിഡ്ജ്. പറയടാ. നീ താഴെയുണ്ട്. ഓക്കേടാ. ഇതമ്മ. ഹലോ മോനെ, നിനക്ക് എത്ര കാർഡ് വേണം? ഇൻവിറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ. ഒരു മെസ്സേജ് അയച്ചാൽ അമ്മാരൊക്കെ വന്ന് തിന്നിട്ട് പോക്കോളൂ. ഹലോ, നിങ്ങളിപ്പോൾ കാർഡ് മേടിച്ചോണ്ട് പോയില്ലേ? ആ കടയിൽ നിന്ന് വിളിക്കുക. നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങളുടെ കസ്റ്റമറിനൊക്കെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഒന്നിങ്ങോട്ട് വന്നിട്ട് പോകണം സാർ. ശരി, ഞാൻ പോരാ. അച്ഛാ അച്ഛാ, അവർ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. പൊയ്ക്കോ. പോയി.
അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരു ആക്സിഡന്റ് നടന്നില്ലായിരുന്നു? അതും ആരോ കൊല്ലാൻ ശ്രമിച്ചാന്നാ തോന്നുന്നേ. അതെങ്ങനെ അറിയാം? അച്ഛൻ മോർച്ചറിൽ ഒരാളുടെ അടയാളം പറഞ്ഞു കൊടുത്തു. അച്ഛൻ മരിച്ച സ്ഥലത്ത് അതേപോലെ തന്നെ ഒരുത്തൻ അച്ഛനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടി. അച്ഛനും അവനെ നോക്കിയടാ. ചേട്ടാ, എനിക്കിതെന്തോ. ആ വരൂ സാർ, ഇരിക്കു സാർ. ഇവിടെ ഇരിക്കേ. ചായ എടുക്കുമ്പോളെ. ഈ ഒരവസ്ഥയിൽ നിങ്ങളിവിടെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നതിൽ സോറി. ആ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും മരണത്തിൽ ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. പലയിടത്തും അന്വേഷിച്ചു. നിങ്ങളുടെ അച്ഛൻ്റെ മരണത്തിന് മുൻപായി സംശയാസ്പദമായി ആരെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ എനി പേഴ്സൺ? നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ടോ? പക്ഷേ നിങ്ങളുടെ നമ്പർ അവരുടെ അടുത്തുണ്ട്. നല്ലോണം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ തരുന്ന ചെറിയ തെളിവ് പോലും ഈ കേസിനൊരു വഴിത്തിരിവായിരിക്കും. ഞാൻ കുറെ ആലോചിച്ചു സാറേ, എനിക്കൊന്നും അറിയില്ല സാർ. താങ്ക്സ്. സാറേ, ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളെല്ലാം സാധാരണ ഫാമിലിയാ. ഇതുപോലെ പോലീസ് എപ്പോഴും വന്നിട്ട് പോയാൽ മതി സാറേ. സാക്ഷി പറയാൻ വന്നിട്ട് എൻ്റെ അച്ഛനും മരിച്ചു. പ്ലീസ് സാറേ, ഈ കേസിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ ശല്യം ചെയ്യും. നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളുടെ അച്ഛൻ അവർ സാറേ, കൊന്നതല്ലേ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എൻ്റെ അച്ഛൻ ഇനി തിരിച്ചു വരില്ല. എനിക്കും എന്തെങ്കിലും സംഭവിക്കുമെന്ന് എല്ലാവർക്കും പേടിയാ. അടുത്ത മാസം എൻ്റെ അനിയത്തിയുടെ കല്യാണം. പോവാം. താങ്ക് യു. നീ ഒരുത്തനെ കണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? നീ എന്താ പോലീസിനോട് പറയാഞ്ഞത്? പോലീസിനോട് പറഞ്ഞിട്ട് അവനെ കോടതി വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. ഒരു പെണ്ണിനെയും ചെറുക്കനെയും കഷ്ടങ്ങളാക്കി കുപ്പയിലെറിഞ്ഞു. സാക്ഷി പറയുമ്പോൾ എൻ്റെ അച്ഛനെയും കുത്തിക്കൊന്നു. അവന്മാരുടെ പോക്ക് ശരിയല്ല. ഒന്നോർത്താൽ അവർ മനുഷ്യരല്ല, മൃഗങ്ങളാണ്. ഡാ, ഞാൻ പറയുന്ന കേൾക്ക്. ആവശ്യമില്ല, നിർത്തിയാടല്ലേ. എൻ്റെ അച്ഛനെ കൊന്നുകൊണ്ട് പറയലടാ. ഒരു തെറ്റീന്ന് രക്ഷപ്പെട്ട അടുത്ത തെറ്റീന് അധികം സമയം വേണ്ട. ഇതുപോലെ അവന്മാർ ഇനി പല പെണ്ണുങ്ങളെയും കൊല്ലുമെന്നുള്ളത് ഉറപ്പാണ്. എന്നെപ്പോലെ പലരുടെ അച്ഛന്മാരും മരിക്കും. അതിന് നീ എന്ത് ചെയ്യാൻ പോവാ? അതൊക്കെ സൂക്ഷിച്ചു പോണേ. ആ ശരി മോനെ, ശരി മോനെ. ടാറ്റാ. നീ പറയുന്ന വെച്ച് നോക്കുമ്പോൾ ആരോ വളരെ പ്ലാനിങ്ങോടുകൂടി അത് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും നിന്റെ അച്ഛൻ രക്ഷപ്പെടാതിരിക്കാനാണ് കുത്തിയ ഗ്ലാസ്സിൽ വിഷം തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഭയങ്കര പ്ലാനിങ്ങാ. എൻ്റെ സംശയം റെഗുലറായിട്ട് സ്കെച്ച് ഇടുന്ന ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന്. എടാ മണി ചേട്ടാ, സിറ്റിയിൽ സ്കെച്ച് ഇടുന്നവർ എത്ര പേരുണ്ടോ? ഒരു 4 പേരുണ്ട് ചേട്ടാ. അവരെയൊക്കെ ഫിഷിംഗ് ഹാർബറിലേക്ക് വരാൻ ശരി ചേട്ടാ. ഓ, വിഷമിക്കണ്ട ജീവ, നമുക്ക് കണ്ടുപിടിക്കാം. സത്യമായിട്ട് അറിയില്ലേട്ടാ. ജയറാമേട്ടൻ ഒരു മാറ്റം പറഞ്ഞിരുന്നേ. 1 മാസമായിട്ട് കൊച്ചിയിലായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. എടാ മണി, നീ ഇപ്പൊ തന്നെ ജയറാമിനെ ഒന്ന് വിളിക്കേ. അല്ല, അതിന്റെ ആവശ്യമില്ലേട്ടാ. മൂലക്കിടക്കുമാറിന്റെ വൈഫ് ഓടിപ്പോയ കാര്യം അറിഞ്ഞില്ലേ? ഞാനാ വലിയ തുറയുള്ള എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയത്. ഞാൻ വേണേ ഫോൺ വിളിച്ചു തരാം, ചേട്ടൻ ചോദിക്കേ. സംസാരിക്കേട്ടാ. ഉള്ളതാണെന്ന് ചോദിക്കേ. ചേട്ടാ ശരി ചേട്ടാ. എന്താടാ? പിള്ളേരെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ജീവ, എല്ലാം കൊട്ടേഷൻ ടീമുകളാ. കാശിന് വേണ്ടി എന്തും ചെയ്യും. നീ ഏതോരത്തിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിലുണ്ടോന്ന് നോക്ക്. ശരി ചേട്ടാ. ഏയ് ഏയ്, നേരെ നിൽക്കടാ, നേരെ നിൽക്കടാ. മാറാ അങ്ങോട്ട്, മാറാ, മാറ് മാറ്. എന്താണെങ്കിലും പേടിക്കാതെ പറയണം. നമസ്കാരം ചേട്ടാ. എന്താ ബാബു, നീ പോടാ. തൊഴിലൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നു.
കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് ഒരു കൊട്ടേഷൻ തീർത്താ പുതിയ വല്ലതും ചേട്ടാ? കഴിഞ്ഞ മാസം തോട്ടപ്പള്ളി ബ്രിഡ്ജിന്റെ അടുത്തൊരു സംഭവം ഉണ്ടല്ലോ, അത് നീ അറിഞ്ഞോ? എനിക്കറിയില്ല, പഴയ പോലെ നടക്കുമോ? കൊട്ടിയത്തെ ഓഡിറ്ററിനെ കൊന്നതിന് ശേഷം പോലീസിന്റെ ശല്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ വലുതായിട്ടൊന്നുമില്ല. അതെ ചേട്ടാ, വലിയ കൊട്ടേഷൻ ഒന്നും ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ പറ. ശരി ചേട്ടാ, അറിയുവാണെ പറയാം. ശരി, എന്നാ നീ വെക്ക്. വരട്ടെ ചേട്ടാ. ഓട്ടമണി. ആ, വടിവാളിട്ട് പോടാ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇവരാരും അല്ല. നന്നായിട്ട് നോക്കിയോ? ഒരു കൊലപാതക നമ്മുടെ ചേട്ടന് വേണ്ടപ്പെട്ട ആളാ. ആരാന്ന് നോക്കുമായിരുന്നു. ചേട്ടാ ചേട്ടാ ബാറ്റ് താ ചേട്ടാ, കളിക്കണം ചേട്ടാ. പറടാ, സത്യം പറ. സാറേ, എൻ്റെ ചേച്ചിയുടെ മോൻ അവന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തത്. ബാക്കിയുള്ള 4 പേര് അവൻ്റെ കൂടെ പഠിക്കുന്നവരാ. നിന്റെ പെങ്ങടെ മുൻ ഫോൺ ചെയ്യടാ. ചെയ്യാനല്ലേ പറഞ്ഞു? ഹലോ, ആ പറയാം മാവാ. എവിടെയാടാ ഉള്ള? കോളേജ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നോണ്ടിരിക്കുക. അവിടെ തന്നെ നിൽക്കേ, ഞാനിപ്പോൾ വരാം. എന്താ മാവാ കാര്യം? വന്നിട്ട് പറയാം. ഹലോ, ആരാടാ? എൻ്റെ അമ്മാവനാടാ വിളിച്ചേ. ഇവിടെ അടുത്തുണ്ടെന്ന്, എന്നെ കാണാൻ വരുവാന്ന്. അയാൾ എന്തിനാടാ ഇങ്ങോട്ട് വരുന്നത്? അയാൾ അക്യൂസ്റ്റാണ്. അയാളോടൊപ്പം വെച്ച് കണ്ട പോലീസ് നമ്മളെ സംശയിക്കും. ഫോൺ ചെയ്ത് വരണ്ടാന്ന് പറ, അല്ലെങ്കിൽ നീ അങ്ങോട്ട് ചെല്ല്. ഫോൺ എടുക്കരുത്. എടുക്കുന്നില്ലടാ. നിന്റെ അമ്മാവനായതുകൊണ്ട് മാത്രം ഞങ്ങൾ ശ്രമിക്കുന്നത്. നിന്നോട് എത്ര പ്രാവശ്യം പറയണം? മാവടക്കണം. കൂടിപ്പോയാ ഇവൻ്റെ അമ്മാവനെ അങ്ങ് തട്ടണം. എന്തുവാടാ പറയുന്നത്? അമ്മാവൻ എന്ത് സഹായിച്ചു നമ്മളെ? എടാ, ഇവന്റെ പേടി കണ്ടില്ലേ? എടാ, അമ്മാവൻ വന്നു. എടാ, ഒരു മിനിറ്റ്. അതെ, അധികം സംസാരിക്കണ്ട, വേഗം വരണം. നോക്കാതടാ. എടാ, എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നണേ. മുഖത്ത് മുറി. അല്ല, എന്താ മാവാ? അമ്മാവനെ ആരാ അടിച്ചേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പറയാ മാവാ, എന്താ പറ്റിയേ? Hey!
പെട്ടെന്ന് ഇത് സംഭവിച്ചു. ഇവിടെയൊക്കെ നമ്മുടെ ചട്ടമ്പിമാരുടെ പ്രശ്നമല്ല. അവസാനം അവന്റെ മുഖം പോലും കാണാൻ പറ്റില്ലല്ലോ. നാശം. പോലീസ് നമ്മളെ പിടിച്ചാലും കുഴപ്പമില്ല, അവനെ കൊല്ലണം. വേണ്ട, പറയുന്ന കേക്കടാ, പറയുന്ന കേക്ക്. എടുത്ത് യാടരുത്, സാവധാനം കൊല്ലണം. അവന്റെ അച്ഛനെ കൊന്ന പോലെ തന്നെ കൊല്ലണം. ഇല്ലതയാ, അവനെ വിട്ടാ എല്ലാരും കൊന്നു കളയും. ഇവനെ കൊല്ലും, എന്നെ കൊല്ലും. ഏതാടാ അവന്മാര് വെള്ളം തിളമുണ്ടാക്കണം? എടാ സമാധാനം, പറഞ്ഞു കേക്കടാ. ആ പറയൂ ജീവ. ചേട്ടാ, ഞാൻ രാവിലെ മുതൽ വിളിക്കുകയായിരുന്നു, ലൈൻ കിട്ടിയില്ല. കടലിൽ പോയതാ, അതുകൊണ്ടായിരിക്കും ലൈൻ കിട്ടാഞ്ഞ്. എന്താ കാര്യം? അല്ല ചേട്ടാ, ഇന്നലെ ഒരുത്തൻ ട്രെയിൻ ഇടിച്ച് മരിച്ചെന്ന് പറഞ്ഞില്ലേ, അവൻ്റെ വീട് ബീച്ചിൻ്റെ അടുത്താ. ചേട്ടൻ അവിടെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ അന്വേഷിച്ച് അവൻ്റെ അടുത്ത സുഹൃത്തിനെ കണ്ടുപിടിക്കായിരുന്നു. അവിടുത്തെ കൗൺസിലർ എൻ്റെ ഫ്രണ്ടാ, ഞാൻ അവനോട് പറഞ്ഞോളാം. ഒന്ന് വേഗം വേണം ചേട്ടാ. ഓക്കെ ജീവ, ഞാൻ അന്വേഷിച്ചിട്ട് നിന്നെ വിളിക്കാം. എന്താ പണി? അവരുടെ കൂട്ടുകാരും മരിച്ചു, അതുകൊണ്ട് വെള്ളം അടിക്കാൻ. ഹലോ ഹലോ ജീവ. ഹലോ, എന്താ ചേട്ടാ? നീ ഇപ്പം എവിടെ ഉള്ളത്? ആ മരിച്ച ചേർക്കൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ. ആ ചത്തുപോയതിന് 4 ഫ്രണ്ട്സാണ് ഉള്ളത്. അതെ ചേട്ടാ. ഒരു 18-19 വയസ്സുണ്ടാവില്ലേ? ആ ഉണ്ടാവും. അല്ല, ഫ്രണ്ട്സ് മരിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ 4 പേര് വെള്ളം അടിക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഇപ്പം എവിടെയുള്ള ചേട്ടാ? നിനക്ക് ചെങ്കൽച്ചൂള അറിയോ ജീവ? അറിയില്ല ചേട്ടാ. എടാ ഇങ്ങോട്ട് വാ. എന്നാ ചേട്ടാ, ജീവയാ ലൈനിൽ, ഇങ്ങോട്ട് വരാനുള്ള വഴി പറഞ്ഞു കൊടുക്കും. ഹലോ ജീവ. ആ നേരെ ബീച്ചിലേക്ക് വന്നിട്ട് ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് വാ. ആണോ? അതെ ചേട്ടാ. ആ എവിടുന്നാണ് നിങ്ങള്? വലിയ തുറയോ? ചത്തുപോയവൻ അവിടുത്തെ തരണം. ആക്സിഡന്റ് എവിടെയാണ് ഉണ്ടായത്? എല്ലാരും ഒരേ സ്ഥലമാണ്. ചോദിച്ചത് കേട്ടില്ലടാ, പറടാ. അതൊക്കെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? നിങ്ങളുടെ പണി നോക്കിട്ട് പോ. ചേട്ടന്റെ മുമ്പിൽ കൈ ചൂണ്ടി സംസാരിക്കണം. ഒരുത്തനും വിടരുത്. മണി, തങ്കപ്പ, തങ്കപ്പ, കൊല്ലടാവനെ. എഴുന്നേക്കടാ.
മണി, ഏയ് മണി, കണ്ണു തുറക്കടാ. ചെക്കന്മാര് മോനിച്ച എടാ 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 ചേട്ടാ 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 പോകട്ടെ, നിക്കേ മണി. മണി, മണി. എടാ മണി, മണി. Hey!